ഹലോ. ചാപ്റ്റർ 10 ക്യാമറ. ഇതൊരു പോയമാണ്. നമുക്ക് ആദ്യം തന്നെ ഈ പോയം ഒന്ന് വായിച്ചു നോക്കാം. नया कैमरा चाचा लाए, दरवाजे से ही चिल्लाए, कहाँ गया जल्दी आ छोटू, बाइट यहाँ खींचूंगा फोटो. നയാ ക്യാമറ, പുതിയ ക്യാമറ. ചാച്ചാലായെ, ആരാണ്? അങ്കിൾ ഒരു പുതിയ ക്യാമറ കൊണ്ടുവന്നു. ദർവാജെ സേ ഹി ചില്ലായെ, ഡോറിനടുത്ത് എത്തിയപ്പോ തന്നെ ഉറക്കെ വിളിക്കാൻ തുടങ്ങി. കഹാം ഗയാ ജൽദി ആ ചോട്ടു, ആരെയാ വിളിക്കുന്നത്? ചോട്ടുവിനെയാണ്. എവിടെ പോയി? വേഗം വരൂ ചോട്ടു. ബൈറ്റ് യഹാം, ഇവിടെ ഇരിക്കൂ. ഖിച്ചുങ്ക ഫോട്ടോ, ഞാൻ നിന്റെ ഫോട്ടോ എടുക്കാം. मैं बोला ये क्या है चक्कर, छिपा हुआ क्या इसमें पेंटर, चित्र बनाता बिल्कुल वैसा, मोटा पतला जो है जैसा. മേ ബോല, അപ്പൊ ചോട്ടു പറയാണ്, ഈ ക്യാ ഹേ ചക്കർ, ഇതെന്താ കാര്യം? ഇത് ഭയങ്കര അത്ഭുതമായിരിക്കുന്നല്ലോ. ചിപ്പാ ഹുവാ ക്യാ ഇസ്മേ പെയിന്റർ, ഇതിന്റെ ഉള്ളിൽ ഒരു പെയിന്റർ ഒളിച്ചിരിക്കുന്നുണ്ടോ? ചിത്ര ബനാത്ത ബിൽകുൽ വേസ, എന്തിനാണോ ഫോട്ടോ എടുക്കുന്നത് അതുപോലത്തെ ചിത്രം തന്നെയാണല്ലോ ഉണ്ടാക്കുന്നത്. ഉള്ളിലിരിക്കുന്ന പെയിന്റർ ആണോ ഈ ചിത്രം ഉണ്ടാക്കി പുറത്തേക്ക് തരുന്നത്? മോട്ട പത്ല, തടിയുള്ളതോ മെലിഞ്ഞതോ, ജോ ഹേ ജേസ, എങ്ങനെയാണെങ്കിലും അതുപോലെ തന്നെയാണല്ലോ ചിത്രം കിട്ടുന്നത്. ഹസ്കർ ബോലെ ചാച്ചാ ചോട്ടു, വഹി രഹാ ബുദ്ധു കാ ബുദ്ധു, ഹേ പ്രകാശ് ഛായാ കാ ഖേൽ, ബനാ ഉസി സേ സുന്ദർ മേൽ. ഹസ്കർ ബോലെ ചാച്ച, അത് കേട്ടപ്പോ ചാച്ച ചിരിച്ചുകൊണ്ട് പറയാണ്, ചോട്ടു വൈരഹ ബുദ്ധു കാ ബുദ്ധു, നീ ഇപ്പോഴും ഒരു മണ്ടൻ തന്നെയാണല്ലോ, ബുദ്ധു തന്നെയാണല്ലോ. ഹേ പ്രകാശ് ഛായാ കാ ഗേൽ, പ്രകാശ് എന്ന് പറഞ്ഞാൽ ലൈറ്റ്, ഛായ എന്ന് പറഞ്ഞാൽ ഷാഡോ. അപ്പൊ ഇത് ലൈറ്റിന്റെയും ഷാഡോന്റെയും ഒക്കെ ഒരു കളിയാണ്. ഖേൽ ബനാ ഉസി സേ സുന്ദർ മേൽ, ലൈറ്റിന്റെയും ഷാഡോന്റെയും ഒക്കെ കളി കൊണ്ടാണ് ഈ സുന്ദരമായ കാര്യം സംഭവിക്കുന്നത്. कागज पर आ जाता रूप, मन का उड़ता क्या ही खूब, फूलों की सुंदर फुलवारी, हंसती खिलखिल क्यारी क्यारी. കാഗസ് പർ ആജാത്ത രൂപ്, ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ പേപ്പറിൽ അതിന്റെ പ്രിന്റ് കിട്ടും അല്ലേ? അതായത് കാഗസ് എന്ന് പറഞ്ഞാൽ പേപ്പർ, രൂപ് ആ രൂപങ്ങളൊക്കെ പേപ്പറിൽ വരും. മൻ കൗ ഉടുത്ത ക്യാഹി ഗൂബ്, അത് കാണുമ്പോൾ മനസ്സ് പറയും ക്യാഹി ഗൂബ്, എന്തൊരു അത്ഭുതം, എന്ത് ഭംഗിയാണ്. ഖൂബ് എന്ന് പറഞ്ഞാൽ ഭംഗി. ഫൂലോം കി സുന്ദർ ഫൂൽവാരി, പൂക്കളുടെ ഭംഗിയുള്ള ഉദ്യാനം അല്ലെങ്കിൽ ഗാർഡൻ. ഹസ്തി ഖിൽ ഖിൽ ക്യാരി ക്യാരി, നല്ല ഭംഗിയായിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്ന ക്യാരി എന്ന് പറഞ്ഞാൽ ഫ്ലവർ ബെഡ്സ്. കോയൽ കൗവ യാ ഗൗരയ്യ, ദാദി അമ്മ ബഡ്കെ ഭയ്യ, ക്ലിക്ക് കർത്തെ ഹി ഖീച്ച് ആയെങ്കെ, അപ്നി ചാപ് ദിഖാ ജായെങ്കെ. കോയൽ എന്ന് പറഞ്ഞ കുയില്, കൗവ എന്ന് പറഞ്ഞ കാക്ക, ഗൗരയ്യ എന്ന് പറഞ്ഞാല് കുരുവി, ദാദിയോ അമ്മയോ എൽഡർ ബ്രദറോ, ക്ലിക്ക് കർത്തെ ഹി, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഖീജായെങ്കെ, അപ്നി ചാപ് ദിഖാ ജായെങ്കെ, ആ ഒരു ഫോട്ടോ അത് കാണാൻ പറ്റും. छोटा घरा जहां भी जैसा, चित्र आएगा बिल्कुल वैसा, चाहे कर लो इसको नकली, മാത് കരേഗ ലേക്കിൻ അസ്ലി. ഘോഡ ഖര എന്ന് പറഞ്ഞ നല്ലതോ ചീത്തയോ, ജഹാംബി ജൈസ എവിടെ തന്നെയാണെങ്കിലും, ചിത്ര ആയേഗ ബിൽക്കുൽ വൈസ മോശമാണെങ്കിലും നല്ലതാണെങ്കിലും ഒക്കെ അതുപോലെ തന്നെയാണ് ഫോട്ടോയിൽ വരിക. ചാഹെ കലോ എസ്കോ നക്ലി, ഇതിനെ നിങ്ങൾക്ക് ഫേക്ക് ആണെന്നൊക്കെ പറയാം. മാത് കരേഗ ലേക്കിൻ അസ്ലി, പക്ഷേ ഇത് ഫേക്ക് അല്ല, ഇത് സത്യമാണ്. जैसे शक्ल ഹൂബഹു ചിത്ര, സംജോ ഇസ്കോ അപ്നാ മിത്ര. ഹൂബാഹു ചിത്രം എന്നാൽ സൂപ്പർ ചിത്രം എന്നൊക്കെ നമ്മൾ പറയൂലേ, അടിപൊളി ചിത്രമാണെന്നൊക്കെ, അതുപോലെ പറയുന്നതാണ് ഹൂബാഹു ചിത്രം. സംജോ ഇസ്കോ അപ്നാ മിത്ര, ഇതിനെ നിങ്ങൾ സ്വന്തം ഫ്രണ്ട് ആയിട്ട് കാണൂ, കാരണം അത്ര കറക്റ്റ് ആയിട്ടാണ് നിങ്ങളുടെ ചിത്രം ഇത് ഒപ്പിയെടുക്കുന്നത്. പ്രകാശ് മനു. ഈ കവിത എല്ലാരും വായിച്ച് മനസ്സിലാക്കി പഠിക്കണം. ഓക്കെ, ഇനി ഇതിന്റെ എക്സസൈസിലേക്ക് പോവാം. आपके घर में सबसे पुरानी फोटो किसकी है, उसके बारे में बताइए.
നിങ്ങളുടെ വീട്ടിൽ ഏറ്റവും പഴയ ഫോട്ടോ ഉള്ളത് ആരുടെ ഫോട്ടോ ആണ്? അതിനെപ്പറ്റി പറയൂ. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ വീട്ടിൽ പോയിട്ട് ഏറ്റവും പഴയ ഫോട്ടോ ഏതാണെന്ന് കണ്ടുപിടിക്കുക. എന്നിട്ട് അതിനെപ്പറ്റി ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഈ ഒരു സെക്ഷന്റെ ആൻസേഴ്സ് ഒക്കെ നിങ്ങളുടെ ആൻസേഴ്സ് ആണ് നിങ്ങൾ എഴുതേണ്ടത്. ഇവിടെ ഒരു എക്സാമ്പിൾ, അതെങ്ങനെയാ എഴുതുക എന്നുള്ള ഒരു എക്സാമ്പിൾ മാത്രമേ കാണിക്കുന്നുള്ളൂ. हमारे घर में सबसे पुरानी फोटो दादाजी की है. वह फोटो काली सफेद है. എന്റെ വീട്ടിലെ ഏറ്റവും പഴയ ഫോട്ടോ ദാദാജിയുടേതാണ്. അത് കാലി സഫേദ് ഹേ. അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ആണ്. आप किन किन അവസരോं पर ഫോട്ടോ खिंचवाना पसंद करते हैं? നിങ്ങൾ ഏതൊക്കെ അവസരങ്ങളിലാണ് ഫോട്ടോ എടുക്കാൻ ആഗ്രഹിക്കുന്നത്? എപ്പോഴൊക്കെയാണ് നിങ്ങൾ ഫോട്ടോ എടുപ്പിക്കാറുള്ളത്? ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് ഇങ്ങനെ ഒരു ഒക്കേഷൻ ഒന്നും പറയാൻ പറ്റില്ല. നമ്മൾ ഡെയിലി ഫോട്ടോ എടുക്കും, ഒരു ദിവസം തന്നെ പല പ്രാവശ്യം ഫോട്ടോ എടുക്കും അല്ലെ? ഇനി നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഒക്കേഷൻ ഉണ്ടെങ്കിൽ അത് ഡിസ്കസ് ചെയ്യാം. മേ ജന്മദിൻ, ബർത്ത്ഡേ, त्योहार, സെലിബ്രേഷൻസ് और यात्रा के समय ഏതെങ്കിലും ട്രിപ്പ് ഒക്കെ പോകുന്ന സമയം ഫോട്ടോ खिंचवाना पसंद करता हो. आप कहाँ कहाँ घूमने गए हैं और वहां आपने क्या क्या देखा है? क्या आपने वहां अपनी कोई फोटो ली है? कक्षा में अपने सहपाठियों को बताइए. നിങ്ങൾ എവിടെയെങ്കിലും ടൂർ പോയിട്ടുണ്ടോ? ഇനി ആ ടൂർ പോയ സ്ഥലത്ത് ഏതെങ്കിലുമൊക്കെ ഫോട്ടോ എടുത്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. आजकल विद्यालयों, बैंकों और घरों में कैमरों का प्रयोग होने लगा है. आपके अनुसार ऐसा क्यों हो रहा है? ഇന്നൊക്കെ വീടുകളിലും ബാങ്കുകളിലും വിദ്യാലയത്തിലും ഒക്കെ CCTV വെക്കാറുണ്ടല്ലേ? ഇങ്ങനെയുള്ള ക്യാമറകൾ എന്തിനു വേണ്ടിയായിരിക്കും ഫിക്സ് ചെയ്യുന്നത്? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? स्कूल, बैंक और घरों में कैमरा इसलिए लगाए जाते हैं क्योंकि वह सुरक्षा रखते हैं और सब पर नजर रखने में मदद करते हैं. നമ്മുടെ അവരുടെ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷന്റെയും സുരക്ഷയ്ക്ക് വേണ്ടി അവിടെ കള്ളന്മാരൊക്കെ വരുന്നുണ്ടോ, ആരൊക്കെയാണ് വന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് മിസ്റ്റീവിയസ് ആയിട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയാണ് CCTVs ഒക്കെ ഉപയോഗിക്കുന്നത്. निम्नलिखित प्रश्नों के उपयुक्त उत्तर पर सही का चिन्ह लगाइए. ക്വസ്റ്റ്യനും ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഏതാ കറക്റ്റ് ആൻസർ എന്ന് നോക്കാം. നയാ ക്യാമറ കോൺ ലേക്കർ ആയ? ആരായിരുന്നു പുതിയ ക്യാമറ കൊണ്ടുവന്നത്? ചോട്ടു, ദാദാ, ചാച്ച, അമ്മ. ആരാണ്? ചാച്ച. कविता के अनुसार जब कागज पर रूप आ जाता है तो मन क्या का उठता है? പേപ്പറില് ഫോട്ടോ കാണുന്ന സമയത്ത് മനസ്സ് എന്താ പറയാ? വാവ്, ക്യാ ബാത് ഹൈ, बहुत खूब, क्या ही खूब, अरे वाह क्या बात. ഏതായിരുന്നു ചാപ്റ്ററിലുള്ളത്? क्या ही खूब. कविता में बड़के भैया किसके लिए प्रयोग किया जाता है? बड़के भैया എന്ന് പറഞ്ഞാൽ എന്താണ്? ബഡേ ബായ് കെ ലിയെ. നമ്മുടെ മൂത്ത സഹോദരനാണ് ബഡേ ബായ് അല്ലെങ്കിൽ ബഡ്കെ ഭയ്യ എന്ന് പറയുന്നത്. കവിത में किसे अपना मित्र समझने के बारे में कहा गया है? കവിതയിൽ ആരെയാണ് നിങ്ങളുടെ ഫ്രണ്ടായി കണക്കാക്കൂ എന്ന് പറഞ്ഞത്? ലാസ്റ്റ് ലൈനിൽ ഉണ്ടായിരുന്നല്ലേ? ആരെയാണ്? ക്യാമറേക്കോ. കിസ്നെ കിസ്സെ കഹ. ഇവിടെ തന്നിരിക്കുന്ന സെന്റൻസുകൾ ആര് ആരോട് പറഞ്ഞതാണ് എന്ന് വേണം എഴുതാൻ. ബൈറ്റ് യഹാം ഖീച്ചൂങ്കാ ഫോട്ടോ. ഇതാരായിരുന്നു പറഞ്ഞത്? ചാച്ചാനെ ചോട്ടു സെ കഹ. ये क्या है चक्कर छिपा हुआ क्या इसमें पेंटर. ഇതാരായിരുന്നു പറഞ്ഞത്? ചോട്ടുനെ ചാച്ചാസെ. सोचिए और लिखिए. जब चाचा नया कैमरा लेकर आए तो उन्होंने ചോട്ടു से क्या कहा? ചാച്ച പുതിയ ക്യാമറയായിട്ട് വന്നപ്പോ ചോട്ടുവിനോട് എന്തായിരുന്നു പറഞ്ഞത്? चाचा ने कहा कि जल्दी आओ यहाँ बैठो मैं तुम्हारी ഫോട്ടോ കീച്ചൂങ്ക. വേഗം വന്ന് ഇവിടെ ഇരിക്കൂ, ഞാൻ നിന്റെ ഫോട്ടോ എടുക്കാം എന്നാണ് പറഞ്ഞത്. ചാച്ചാനെ ക്യാമറയ്ക്ക് കാര്യപ്രണാലിക്കോ കേസെ സംജായ. ക്യാമറ എങ്ങനെയാണ് ഫോട്ടോ തരുന്നത് എന്നുള്ളത് ചാച്ച എങ്ങനെയാണ് ചോട്ടുവിന് പറഞ്ഞു കൊടുത്തത്? ചാച്ചാനെ കഹാ കി ക്യാമറ പ്രകാശ് ഓർ ഛായ കെ സഹാരെ ചിത്ര ബനാത്താ ഹെ. ലൈറ്റിന്റെയും ഷാഡോന്റെയും കാരണമാണ് അതിൽ ചിത്രം വരുന്നത്. ഇസ്മേ കോയി പെയിന്റർ നെഹി ഹോത്ത. ഇതിൽ ഒരു പെയിന്ററും ഒളിച്ചിരിക്കുന്നില്ല എന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തു.
കവിത में कैमरे की कौन-कौन सी വിശേഷണായേ बताई गई है? കവിതയില് ക്യാമറയുടെ എന്തൊക്കെ വിശേഷണങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്? कविता में बताया गया है कि कैमरा हूबहू चित्र बनाता है, चीजों को जैसा होता है वैसा ही दिखाता है. എങ്ങനെയാണോ അതുപോലെ തന്നെ എക്സാക്ട്ലി ചിത്രം അതുപോലെ തന്നെയാണ് ഉണ്ടാക്കുക. जल्दी फोटो खींच लेता है और फूल पक्षी लोग सभी की चाप साफ देता है. ചുറ്റുമുള്ള എന്ത് കാര്യങ്ങളായാലും കൃത്യമായി തന്നെ ഫോട്ടോ ആയിട്ട് തരും എന്നൊക്കെയാണ് ക്യാമറയെ പറ്റി പറഞ്ഞിരിക്കുന്നത്. यह क्या है चक्कर छिपा हुआ क्या इसमें पेंटर? यह पंक्ति किसके द्वारा कही गई है और क्यों? यह क्या है चक्कर छिपा हुआ क्या इसमें पेंटर? ഈ ഒരു ലൈൻ ആരാണ് പറഞ്ഞത്? എന്തുകൊണ്ടായിരുന്നു അങ്ങനെ പറഞ്ഞത്? यह पंक्ति छोटू ने कही है. ആരാ പറഞ്ഞത്? छोटू. क्योंकि उसे समझ नहीं आता है कि कैमरा इतनी साफ तस्वीर कैसे बना देता है. ചോട്ടൂന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല ക്യാമറ ഇത്രയും ക്ലിയർ ആയിട്ട് അതേപോലെയുള്ള പിക്ചർ എങ്ങനെയാണ് തരുന്നത്. അപ്പൊ ചോട്ടു വിചാരിച്ചു ഇതിന്റെ ഉള്ളിൽ ഏതോ പെയിന്റർ ഒളിച്ചിരിക്കുന്നുണ്ട്. ഉസേ ലഗ്താ ഹൈ കി ഷായദ് അന്ദർ കോയി പെയിന്റർ ചിപ്പാ ഹൈ. അവൻ വിചാരിച്ചു ഉള്ളിൽ ഏതോ ഒരു പെയിന്റർ ഒളിച്ചിരിക്കുന്നുണ്ടെന്ന്. कविता के आधार पर रिक्त स्थानों की पूर्ति कीजिए. फिल इन द ब्लैंक्स ആണ്. नया कैमरा चाचा लाए, दरवाजे से ही चिल्लाए. डैश मीठा गाती है, कोयल मीठा गाती है. कहाँ गया जल्दी आ छोटू, बाइट यहाँ खींचूंगा फोटो. कैमरे ने हूबहू चित्र खींचा. भाषा की बात. नीचे दिए गए वाक्यों में रेखांकित शब्दों के विपरीत अर्थ वाले शब्द लिखिए. ഇവിടെ ഒരു ഗ്യാപ്പ് കണ്ടില്ലേ? ഇവിടെ ഈ ഒരു അണ്ടർലൈൻ ചെയ്ത വാക്കിന്റെ ഓപ്പോസിറ്റ് വാക്കുകൾ കൊണ്ട് ഫിൽ ചെയ്യണം. ജൽദി ആക്കർ ഫോട്ടോ ഖിച്വായേ. ജൽദിയുടെ ഓപ്പോസിറ്റ് എന്താണ്? ധീരെ. ധീരെ മത് കീജിയേ. നെക്സ്റ്റ്, ബഡേ ഭയ്യാ ने छोटे भाई को पुस्तक दी. बड़े छोटे. हमें किसी के बुराई न करके भलाई करनी चाहिए. बुराई भलाई. शत्रु को भी मित्र बना लेना महानता का गुण है. शत्रु मित्र. कविता में आए नाम वाले शब्दों संज्ञा तथा विशेषता बनाने वाले शब्दों विशेषण की पहचान करके उन्हें नीचे दिए गए स्थानों में लिखिए. ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന നെയിമിംഗ് വേർഡ്സ് അല്ലെങ്കിൽ നൗൺസും അതുപോലെ വിശേഷൺ ശബ്ദങ്ങളും ഇവിടെ സെലക്ട് ചെയ്ത് എഴുതണം. ആദ്യം തന്നെ നെയിമിംഗ് അല്ലെങ്കിൽ സംഖ്യാശബ്ദ്. കുറച്ച് വേർഡ്സ് നമുക്ക് നോക്കാം. ചാച്ച, ഫോട്ടു, ഫൂൽ, ദാദി, ചോട്ടു, ചിത്ര, കോയൽ, അമ്മ, ക്യാമറ, കാഗജ്, കൗവ, ബയ്യ. ഈ വേർഡ്സ് ഒക്കെ ചാപ്റ്ററിൽ നിന്നെടുത്തതാണ്. ഇനിയും വേർഡ്സ് ഉണ്ടാവും, നിങ്ങൾ കണ്ടുപിടിക്കുക, എന്നിട്ട് ഈ ഒരു സ്ഥലത്ത് എഴുതുക. ഇനി വിശേഷൻ ശബ്ദോ? നയാ. നയാ ക്യാമറ അല്ലെ, പുതിയ ക്യാമറ. നയ എന്ന് പറഞ്ഞ ഒരു വിശേഷണമാണ്. സുന്ദർ, മോട്ട, പത്തല, പ്യാരി, ഘോഡ, ഖര ഒക്കെ ഓരോ വിശേഷൺ ശബ്ദങ്ങളാണ്. ഇത് നിങ്ങളുടെ ബുക്കിൽ ഈ ഒരു സ്ഥലത്ത് ഫിൽ ചെയ്യാം. नीचे पहिए में कुछ वर्ण और मात्राएं दी गई है. इनका प्रयोग करते हुए नए नए शब्द बनाइए, जैसे चाचा, घेल आदि. वर्णों और मात्राओं का प्रयोग एक से अधिक बार किया जा सकता है. ഇവിടെ കുറച്ച് അക്ഷരങ്ങളും പിന്നെ കുറച്ച് മാത്രകളും തന്നിട്ടുണ്ട്. ഇത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേർഡ്സ് എഴുതണം. ഇവിടെ 2 എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ചാച്ച, ഖേൽ. ഇതുപോലെ കുറേ വേർഡ്സ് ഉണ്ട്. നമുക്കൊരു 2-3 എക്സാമ്പിൾ നോക്കാം. നിങ്ങൾ സ്വന്തമായി കണ്ടുപിടിക്കണം. ഇല്ലെങ്കിൽ ഇത് നോക്കി എഴുതുകയും ചെയ്യാം. ബോൽ, കാല, മാല, ചലേ, ഗോല, മാമ അല്ലെ, ചാച്ച, മാമ, അങ്ങനെ പല വേർഡ്സും ഉണ്ടാക്കാം. ഇനി നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ശ്രമിച്ചു നോക്കുമോ? नीचे दी गई वर्ग पहेली में पारिवारिक संबंधों का बोध कराने वाले शब्द छिपे हैं. उन्हें खोजिए और लिखिए. ഇവിടെ തന്നിരിക്കുന്ന വേർഡ് പസിലിന്റെ അകത്തുനിന്ന്
കുറെ വേർഡ്സ് കണ്ടുപിടിക്കണം. വേർഡ്സ് എങ്ങനെയുള്ള വേർഡ്സ് ആണ്? പാരിവാരിക് സംബന്ധം എന്ന് പറഞ്ഞാൽ ഫാമിലി റിലേറ്റഡ്, നമ്മുടെ ഫാമിലിയും റിലേറ്റീവ്സിന്റെയും ഒക്കെ പേരുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ അതൊക്കെ കണ്ടുപിടിച്ചിട്ട് ഇവിടെ തന്നിരിക്കുന്ന സ്ഥലത്ത് എഴുതാം. ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്, കാക്ക. അതുപോലെ വേറെ ഏതൊക്കെ വേർഡ്സ് കിട്ടുമെന്ന് നമുക്ക് നോക്കാം. ചാച്ചി, മാമ, നാനി, നാന, മോസി, ബുവ, തായി, ദീദി, ദാദി, ഭയ്യ, മാതാജി, ഭാബി, ജീജ, പിതാജി, ദാദാ. ഇപ്പൊ ഇത്രയും നമ്മൾ കണ്ടുപിടിച്ചു. ഇതിൽ ഇനിയും കുറെ വേർഡ്സ് ഉണ്ട്, അത് നിങ്ങൾ കണ്ടുപിടിക്കുക. എന്നിട്ട് ഈ തന്നിരിക്കുന്ന സ്ഥലങ്ങളിൽ അത് ഫില്ല് ചെയ്യുക. സമാൻ തുക് വാലെ ശബ്ദോं पर सही का चिन्ह लगाइए. ഇവിടെ തന്നിരിക്കുന്ന സിമിലർ ആയിട്ടുള്ള റൈമിംഗ് വേർഡ്സ് ഇവിടെ കണ്ടുപിടിച്ച് അതിനെ ടിക്ക് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് വൺ മിത്ര. ഇതറല്ല ചിത്ര, കാര്യ, ചിത്ര ആണല്ലേ. മിത്ര, ചിത്ര റൈമിംഗ് ആണ്. മേൽ, റേൽ, മേല അല്ല കേൽ, മേൽ, റേൽ, കേൽ. വൈസ, कैसे अल्ला कैसा. लाए, आए, खाए. कविता से आगे, हमें सेल्फी लेते समय क्या क्या सावधानी रखनी चाहिए. कक्षा में सहपाठियों के साथ अपनी बात रखिए. അതായത് സെൽഫി എടുക്കുന്ന സമയത്ത് ഇപ്പോ ആളുകൾ അവരുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉള്ളത് കൊണ്ട് ഏത് സമയത്തും എവിടെ നിന്ന് വേണമെങ്കിലും സെൽഫി ഒക്കെ എടുക്കും അല്ലേ. പക്ഷേ ചില സമയങ്ങളിൽ അത് അപകടങ്ങളും ഉണ്ടാക്കും. സെൽഫി എടുക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് സൂക്ഷിക്കേണ്ടത് എന്ന് നിങ്ങൾ ഫ്രണ്ട്സുമായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ തോട്ട്സ് വേണം അവരുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ. ഇവിടെ നമുക്ക് കുറച്ച് എക്സാമ്പിൾ നോക്കാം. സഡക് पर पानी के पास या ऊंची जगह पर सेल्फी नहीं लेनी चाहिए. റോഡിന്റെ മുകളിൽ കളിക്കാനുള്ള സ്ഥലമാണോ? അല്ല അല്ലെ. അതുപോലെ വെള്ളത്തിലും പിന്നെ ഹൈറ്റ് ഉള്ള സ്ഥലത്തും ഒക്കെ സെൽഫി എടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. മൊബൈൽ കോ അച്ചി തര പകഡ്കർ ഫോട്ടോ ലേനി ചായേ. മൊബൈൽ നന്നായി പിടിച്ചിട്ട് വേണം ചെയ്യാൻ, ശ്രദ്ധയോടെ. അത് തീരെ കെയർലെസ് ആയിട്ട് സെൽഫി എടുക്കാൻ പാടില്ല. प्राचीन समय में जब कैमरा नहीं था तब चित्र कैसे बनाए जाते थे. നിങ്ങൾ എപ്പോഴും ആലോചിച്ചിട്ടുണ്ടോ പണ്ട് കാലങ്ങളിൽ ക്യാമറകളൊന്നും ഇല്ലാത്ത കാലങ്ങളിൽ എങ്ങനെയാണ് ഒരാളുടെ ചിത്രം കിട്ടിയിരുന്നത്? പുരാനെ സമയമേ കലാകാർ ഹാത്ത് സേ ചിത്ര ബനാത്തെ थे. നല്ല നല്ല ചിത്രകാരന്മാരുണ്ടായിരുന്നു പണ്ടത്തെ കാലത്ത്. അവര് സ്വന്തം കൈകൾ കൊണ്ട് പെയിന്റിംഗ് ചെയ്യായിരുന്നു. വേ കാഗസ് യാ ദിവാർ പർ രംഗോ സേ തസ്വീർ ബനാത്തെ थे. അവർ ഒന്നിൽ പേപ്പറിലോ അല്ലെങ്കിൽ ചുമരുകളിലോ ഒക്കെ. പണ്ട് കാലത്തെ രാജാക്കന്മാരുടെ ചിത്രങ്ങളൊക്കെ ഇപ്പോഴും അവൈലബിൾ ആയത് എങ്ങനെയാണ്? അന്നൊന്നും ക്യാമറ ഉണ്ടായിരുന്നില്ല. അന്ന് നല്ല നല്ല ചിത്രകാരന്മാരാണ് അത് വരച്ചിരുന്നത്. ആങ്ക് ബി എക് ക്യാമറ കി തര കാം കർത്തി ഹെ. നമ്മുടെ കണ്ണും ഒരു ക്യാമറ പോലെയാണ് വർക്ക് ചെയ്യുന്നത്. ക്യാ ആപ് ഇസ് ബാത് സേ സഹമത് ഹെ. നിങ്ങൾ ഈ പറഞ്ഞ കാര്യത്തോട് എഗ്രി ചെയ്യുന്നുണ്ടോ? ഇസ് വിഷയ പർ കക്ഷാ മേ ചർച്ച കീജിയെ. നിങ്ങൾ ക്ലാസ്സിൽ ഫ്രണ്ട്സും ടീച്ചറും ഒക്കെ ആയിട്ട് ഈ ഒരു കാര്യത്തിനെ പറ്റി ഡിസ്കസ് ചെയ്യൂ. ഹാ, ആങ്ക് ക്യാമറ ജേസി ഹെ. കണ്ണും ക്യാമറ പോലെ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. വ റോഷ്നി പക്കഡ്കർ ചീസോं का रूप दिखाती है. അത് ലൈറ്റ് ഉപയോഗിച്ചിട്ട് മുന്നിൽ കാണുന്ന കാര്യങ്ങളുടെ ഒക്കെ ചിത്രം കണ്ടുപിടിക്കും. അങ്ങനെയാണ് നമുക്കത് കാണാൻ പറ്റുന്നത്. അപ്പൊ ഒരു വസ്തുവിൽ ലൈറ്റ് തട്ടി അത് നമ്മുടെ കണ്ണിൽ എത്തുമ്പോഴാണ് നമുക്ക് ആ വസ്തുവിനെ കാണാൻ പറ്റുന്നത്. दिए गए चित्रों का उनके सही नाम से मिलान कीजिए. ഇവിടെ പേരുകൾ തന്നിട്ടുണ്ട്, മുകളിൽ ചിത്രവും തന്നിട്ടുണ്ട്. അത് മാച്ച് ചെയ്യണം. ഫസ്റ്റ് വൺ എന്താണ്? ഇതൊരു ഡ്രോൺ ക്യാമറ ആണ് അല്ലേ. ഡ്രോൺ, ഇതിപ്പോ എല്ലാവർക്കും അറിയായിരിക്കും, നിങ്ങളൊക്കെ കണ്ടിച്ചും ഉണ്ടാവും. രണ്ടാമത്തത് ഇത് ക്യാമറ, ഇതിന് സാധാരണ ക്യാമറ എന്ന് തന്നെയാണ് പറയാ. മൂന്നാമത്തത് ഒരു സെൽഫി സ്റ്റിക്ക് ആണ്. നാലാമത്തത് വീഡിയോ ക്യാമറയാണ്. അഞ്ചാമത്തത് മൊബൈൽ ഫോൺ ആണ്, മൊബൈൽ ക്യാമറ. ഇതിന് ശേഷമുള്ള 2-3 എക്സസൈസ് നമ്മൾ ഇവിടെ ചെയ്യുന്നില്ല. അത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ ശ്രമിക്കാം. ചിലതൊക്കെ പെയിന്റിംഗ് ഒക്കെ ചെയ്യാനുള്ളതാണ്. ആ പിക്ചേഴ്സ് ഒക്കെ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ഭംഗിയായിട്ട് കളർ ചെയ്യാം. ഇനി ഈ ചാപ്റ്ററിന്റെ എൻഡിൽ കൊടുത്തിരിക്കുന്ന പോയം ഒന്ന് വായിച്ചു നോക്കാം. സുൻ ഇംലി കെ ദാനെ സുൻ. ഇംലി കെ ദാനെ, ഇംലി എന്ന് പറഞ്ഞാൽ പുളിയാണ്, ടാംറിൻ. അതിന്റെ സീഡ് അല്ലെങ്കിൽ കുരു, അതിനാണ് ഇംലി കെ ദാനെ എന്ന് പറയുന്നത്. അപ്പോ
സുൻ ഇംലി കെ ദാനെ സുൻ, സുൻ ഇംലി കെ ദാനെ സുൻ. ഒരു കുട്ടി ടാമറിന്റെ സീഡിനോട് പറയാണ്, കേൾക്കൂ ടാമറിൻ സീഡ്, കേൾക്കൂ. ടാമറിൻ സീഡ്, നീ കേൾക്കൂ. തുജെ ഗലീമേ പായാത, നിന്നെ എനിക്ക് വഴിയിൽ നിന്ന് കിട്ടിയതായിരുന്നു. ചുക്കർ തുജെ ഉടായാത, ഞാൻ കുനിഞ്ഞ് നിന്നെ എന്റെ കയ്യിൽ എടുത്തു. സോച്ചാ തുജെ ഉടാക്കർക്കേ, ഞാൻ വിചാരിച്ചു നിന്നെ എടുത്തതിന് ശേഷം. മിട്ടി തലേ ദബാക്കർക്കേ, മണ്ണിന്റെ അടിയിലേക്ക് അമർത്തി വെക്കാം. ചുപ്കേസെ രഖ് ഛോഡൂങ്ക, കുച്ച് ദിൻ യൂ ഹി ദേഖൂങ്ക, മണ്ണിന്റെ അടിയിലാക്കിയതിനു ശേഷം കുച്ച് ദിൻ, കുറച്ച് ദിവസം ഇങ്ങനെ നോക്കാം. ഫിർ ജബ് ബാരിഷ് ആയേഗി, പിന്നെ എപ്പോഴാണോ മഴ വരുന്നത്, മിട്ടി നം ഹോ ജായേഗി, മണ്ണൊക്കെ നന്നായിട്ട് നനയും. അങ്കുർ ബൻതു ഫൂട്ടേഗ, നിനക്ക് മുളയൊക്കെ പൊട്ടി നീ വളർന്നു വരും. ഖുലി ഹവാമേ ജൂമേഗ, നല്ല ഓപ്പൺ എയറിൽ നീ അങ്ങനെ ഇളകി കളിക്കും. ഫിർ പൗദ ബൻ ജായേഗ, അതിനുശേഷം നീ ഒരു ചെറിയ ചെടി അയച്ചു മാറും. ദിൻ ദുന ബഡ് ജായേഗ, ദിവസം കഴിയുന്നതിനനുസരിച്ച് നീ വളർന്ന് വളർന്ന് വലുതായി വലുതായി വരും. ഫിർ തുജ് പർ ഫൽ ആയേങ്കേ, അതിനുശേഷം കായ്കളൊക്കെ ഉണ്ടാകും. ഹംബി ഇംലി ഗായേങ്കേ, ഞങ്ങളും ആ സമയത്ത് നിന്റെ അടുത്ത് വന്നിട്ട് പുളി കഴിക്കും. പർ ബജ്കർ തൂ നിഗൽ ഗയാ, പക്ഷെ എന്തു പറ്റി, എന്റെ കയ്യിൽ നിന്ന് നീ എങ്ങോട്ടോ വീണുപോയി. ഹാത്തോ സേ തൂ ഫിസൽ ഗയാ, കയ്യിൽ നിന്ന് നീ താഴേക്ക് എസ്കേപ്പ് ആയി പോയി. ജബ് തക് മേരി മതി ജാഗി, എന്താ സംഭവിച്ചതെന്ന് എനിക്ക് അറിയുന്നതിന് മുമ്പേ, ഞാൻ എവിടെയാ നോക്കുന്നതിന് മുമ്പേ തന്നെ തുജെ ഗിൽഹരി ലേബാഗി, നിന്നെ എടുത്തിട്ട് അണ്ണാൻ ഓടിക്കളഞ്ഞു. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വിചാരിച്ചു, പക്ഷെ ഇനി അതൊന്നും നടക്കില്ല. കാരണം എന്താണ്, ഇംലിയുടെ അല്ലെങ്കിൽ പുളിയുടെ കുരു താഴെ വീണ് അത് അണ്ണാൻ എടുത്തുകൊണ്ട് ഓടിപ്പോയി. ഠഹാക്കേ, ഇവിടെ കുറച്ച് ഫണ്ണി ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും വായിച്ചുള്ള ഒരു സെഷൻ ആണ്, നമുക്ക് നോക്കാം. ബ്ലസ്സി, ആകാശ് കെ താരെ ഗിൻ സക്തി ഹോ, ബ്ലസ്സി ചോദിക്കുകയാണ്, നിനക്ക് ആകാശത്തിലുള്ള നക്ഷത്രങ്ങളെ എണ്ണാൻ പറ്റുമോ? അപ്പൊ മീത, അബി തോ ബഹുത് അന്ധേര ഹൈ, ഇപ്പൊ ഭയങ്കര ഇരുട്ടാണ്. ദിൻ കി രോഷ്നി മേ ഗിൻകർ ബതാ ദൂംഗി, നാളെ പകലാവുന്ന സമയത്ത് നല്ല വെളിച്ചം ഉണ്ടാവുമല്ലോ, ആ സമയത്ത് ഞാൻ എണ്ണി കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരാം. മാതാജി, സോനു മേനെ കഹാ ഥാ പൂജ കെ ലിയെ ധൂപ് ലേ ആനാ, അമ്മ ചോദിക്കുകയാണ്, സോനു നീ പൂജയ്ക്ക് വേണ്ടി ധൂപ് കൊണ്ടുവന്നില്ലേ? ധൂപിന് ഇവിടെ രണ്ട് മീനിങ് ഉണ്ട്. ഒന്ന്, അതിന് കത്തിക്കുന്ന സാമ്പ്രാണിയൊക്കെ ഇല്ലേ, പുക വരുന്ന, അതിന് ധൂപ് എന്നാണ് പറയുന്നത്. അതുപോലെ ധൂപിന് സൺലൈറ്റ് എന്ന ഒരർത്ഥവും ഉണ്ട്. ഓന് പറയാ, ലാത്ത കഹാൻ സേ മാ, എവിടുന്ന് കൊണ്ടുവരാനാ? ആജ് തോ ദിൻഭർ ബാദൽ ഛായേ രഹേ, സൺലൈറ്റ് കൊണ്ടുവരണം എന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇന്ന് മുഴുവൻ ക്ലൗഡ്സ് നിറഞ്ഞു, അതുകൊണ്ട് സൺലൈറ്റ് കൊണ്ടുവരാൻ പറ്റിയില്ല. ഇതൊക്കെ ഫണ്ണി വേയിൽ വായിച്ച് മനസ്സിലാക്കണം കേട്ടോ. രാഹുൽ, ബതാവോ ऐसा कौन है जो शेर से नहीं डरता, നിങ്ങൾ പറയൂ, ആരാണ് സിംഹത്തിന് വരെ പേടിയില്ലാത്ത ആള്? രശ്മി, ഷേർ കാ ബച്ച, ഷേറിന്റെ കുട്ടിക്ക് അതിന്റെ അമ്മേനെ അതിന് പേടി ഉണ്ടാവോ, അല്ലെങ്കിൽ അച്ഛനെ അതിന് പേടി ഉണ്ടാവോ? അധ്യാപക്, തിൻകെ കാ ബഹുവചൻ ക്യാ ഹേ, ഒരു സ്ട്രോ അല്ലെങ്കിൽ ഒരു പുൽനാമ്പ്, പുല്ലിന്റെ ഒരു ഇത്, അതിന്റെ ബഹുവചനം എന്താണ്, അതിന്റെ പ്ലൂറൽ പറയൂ. വിദ്യാർത്ഥി, ജാഡു, ജാഡു എന്ന് പറഞ്ഞാൽ അടിച്ചു വാരുന്ന ചൂല്, ചൂലുണ്ടാക്കുന്നത് കുറെ ഇങ്ങനത്തെ പുല്ല് വെച്ചിട്ടാണ് അല്ലേ, അപ്പൊ അതിന്റെ പ്ലൂറൽ ആയിട്ട് പറഞ്ഞതാണ് ജാഡു. സന്ദീപ്, പ്രമോദ് തും ചീട്ടിയോं के पीछे क्यों जा रहे हो, സന്ദീപ് ചോദിക്കുക പ്രമോദിനോട്, നീ എന്തിനാ ഈ ഉറുമ്പുകളുടെ പിന്നാലെ പോകുന്നത്? പ്രമോദ്, ये देखने के लिए कि माँ ने मिठाई कहाँ छिपा कर रखी है, അമ്മ എവിടെയാണ് മിഠായി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്ന് കാണാനാണ് ഞാൻ ഇവരുടെ പിന്നാലെ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ചാപ്റ്റർ ഇവിടെ നിർത്തുകയാണ്. അടുത്ത ചാപ്റ്ററുമായിട്ട് ഞാൻ പെട്ടെന്ന് വരാം. അതുവരേക്ക് ബൈ.